നമസ്കാരം, വെൽക്കം ടു ഐഷൂസ് ഡാൻസ് സ്റ്റുഡിയോ. ഞാൻ ഐശ്വര്യ അതിലേ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്ത ചാരുകേശി വർണ്ണത്തിലെ ജതികളും സ്വരങ്ങളുടെയും താളം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അഭിനയ പോർഷൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അടവുകളും അതിൻ്റെ താളം. അപ്പോൾ ഫസ്റ്റ് ത്രികാല ജതിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ത്രികാല ജതിയുടെ താളം എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് അറിയാലോ, ചാരുകേശി രാഗം ആദ്യ താളമാണ്. സോ ആദ്യ താളത്തിലാണ് നമ്മുടെ ജതികളെല്ലാം നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ത്രികാല ജതി. ढलंकु तकतिकु तकतति किन तुम ताम ता धिम्मी ता क ता धिम्मी ता ति ता ता क ता ध रि ता धन्न ता जन्नु ता धिम्मी तक्कुम तरि किट्ट तक ताम तद्धिम्मी तक ता धिमि ता किट्ट तक तत्थरि तत्थन्न तच्चुन्नु तद्धिम्मि तक्कुम तरि किट्ट तक रई तद्धिम्मि तक ता धिमि ता किट्ट तक तत्थरि तत्थन्न तच्चुन्नु तद्धिम्मि तक्कुम तरि किट्ट तक ताम तद्धिम्मि तक तद्धिम्मि तक किट्ट तक ताम तत्थन्न तच्चुन्नु तद्धिम्मि तक तरि किट्ट तक रई तद्धिम्मि तक तद्धिम्मि तक किट्ट तक तत्थरि तत्थन्न तच्चुन्नु तद्धिम्मि तक तरि किट्ट तक ताम तद्धिम्मि तक तद्धिम्मि तक किट्ट तक ताम तद्धिम्मि ताम तद्धिम्मि किट्ट तक तै तद्धिम्मि तक तद्धिम्मि तक किट्ट तक तै तद्धिम्मि तै तद्धिम्मि किट्ट तक ताम तत्थरि तक ताम तत्थन्न तक ताम तत्थरि ताम तत्थन्न ताम तक्कतिक्कु तद्धिं किन्नतुं ता तक्कतिक्कु तद्धिं किन्नतुं ता तक्कतिक्कु तद्धिं किन्नतुं നം യന്മനം അറിയാതെ. ഇതാണ് ത്രികാല ജതി. ഇനി നമുക്ക് അനുപല്ലവിക്ക് മുമ്പായിട്ടുള്ള സെക്കൻഡ് ജതി നോക്കാം. തത്തിത്തക്കണക്ക. അത് ढलंकु तकतिकु तकतति किन तुम तत्ति तकनक जम तरि किट तक तत्ति तुम नम रा धी तुम नम तम रत्तरि किट धि तरि किट धुम तरि किट नम तरि किट तकति तकनक जम तरि किट तक तकति तुम नम रा धी तुम नम तम रत्तरि किट धि तरि किट धुम तरि किट नम तरि किट तत्ति तकनक जम तचम तरम गतिम तकिट तकति तकनक जम तचम तरम गतिम तकिट तत्ति तकनक जम तरि किट तक तकति तकनक जम तरि किट तक तकधिन किडतक दरगडदम तत्ति तकधिन ത किडतक दरगडदम तत्ति ത तकधिन तकतिक्कु किडतक दरगडदम. അങ്ങനെ. ഇതാണ് സെക്കൻഡ് ജതി. ഇനി നമുക്ക് ചിട്ടസ്വരമുണ്ട്. പദനിദ പമഗ പമഗരി ഗമ. അത് വരുന്നത് താ തൈ തൈ താ ധിത്തൈ തൈ ത തച്ഛം തച്ഛം ധിതി തൈ തിത്തൈ തൈ ത തൈ തൈ ത തച്ഛം തച്ഛം ധിതി തൈ താ തൈ തൈ ത ധിത്തൈ തൈ ത താ തൈ തൈ ത ധിത്തൈ തൈ ത തത്ത തജം ത തജം തജം തൈ 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 ധൃതി തൈ 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 ധൃതി തൈ 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 ധൃതി. ഇതാണ് നമ്മുടെ കണക്ക്. അപ്പം ഇനി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. താളത്തിൽ ढलंकु तकतिकु तकतति किन तुम ता तै तै ता धित तै तै ता तक्किट्ट धिति तै ता तै तै ता धित तै तै ता तक्किट्ट धिति तै ता तै तै ता धित तै तै ता तै तै ता धित तै तै ता ത തജം ത തജം തജം തൈ 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 ധൃതി തൈ 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 ധൃതി തൈ 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 ധൃതി. ഇനി ചരണസ്വരമാണ്. ചരണത്തിൽ നമുക്ക് ഒരു സ്വരമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താളം എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ചരണത്തിൽ നമ്മൾ സ്പീഡ് വേരിയേഷൻ വരുന്നുണ്ട്, ടെമ്പോ മാറുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ചെയ്തിരുന്ന സ്പീഡിനേക്കാളും അടുത്ത ദ്രുതകാലത്തിലേക്ക് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ സ്പീഡിലായിരിക്കും നമ്മൾ താളം ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ വരുന്നത് താം ത തൈ തൈ ത തത്തച്ഛം ദിത് തൈ തൈ ത തത്തച്ഛം ത തൈ തൈ ത തത്തച്ഛം ദിത് തൈ തൈ ത തത്തച്ഛം തത്തൈ താഹ ദിത് തൈ താഹ തത്തൈ താഹ ദിത് തൈ താഹ തക്ക തക്കിട്ട തൈ ധൃതൈ തൈ ധൃതൈ തൈ ധൃതൈ. ഇതാണ് നമ്മൾ ചെയ്യുന്ന കണക്ക്. എൻ്റെ താളം നോക്കാം. ढलंकु तकतिकु तकतति किन तुम ताम ता तै तै ता तत्तच्छम दित तै तै ता तत्तच्छम
തത്തൈതൈത തത്തച്ചം തിത്തൈതൈത തത്തച്ചം തത്തൈതാഹ തിത്തൈതാഹ തത്തൈതാഹ തിത്തൈതാഹ തക്ക തക്കിട്ട തൈതിട്ടൈ തൈതിട്ടൈ തൈതിട്ടൈ. ഇതാണ് ചരണസ്വരം. അപ്പൊ നമ്മൾ 2 ജതി, പിന്നെ ചിട്ടസ്വരം, ചരണസ്വരം, ഇത്രയും നമ്മളിപ്പോൾ നോക്കി. ഇത്രയേ ഉള്ളൂ ഇതിൽ അടവൂസ് വരുന്നത്, കണക്കുകൾ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് തട്ടിമെട്ടിൻ്റെ കണക്കുകളാണ് ഒന്ന് ഓർത്ത് വെക്കുന്നത്. അത് നമ്മൾ ഓരോ പോർഷനിലും വരുന്ന തട്ടിമെട്ടിൻ്റെ നമ്മൾ ആ ക്ലാസ്സിൽ തന്നെ എപ്പിസോഡ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കണക്കുകൾ. ബാക്കിയൊക്കെ അഭിനയം. ഇവിടെ നമ്മളെപ്പോഴും കോമ്പറ്റീഷൻ്റെ ഒക്കെ ഇത് ഐറ്റംസ് പഠിക്കുമ്പോൾ റെക്കോർഡഡ് ഓഡിയോ, അങ്ങനെ പറയാം, കോമ്പറ്റീഷൻ എന്നല്ല, റെക്കോർഡഡ് ഓഡിയോ വെച്ചിട്ട് നിങ്ങൾ കളിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് താളം, ആ ടൈമിങ്, അതിലെ ബീറ്റ്സ്, അത് കറക്റ്റ് അതിനനുസരിച്ച് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ന് വെച്ചാൽ നമുക്ക് ലൈവ് ചെയ്യുമ്പോൾ ഒരു ഫ്രീഡം ഉണ്ട്. നമ്മളുടെ ഇഷ്ടത്തിന് നമ്മളുടെ കൂടെയാണ് ഓർക്കസ്ട്ര അവർ വരിക. അപ്പോൾ ഇവിടെ റെക്കോർഡഡ് ആകുമ്പോൾ അത് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ആ ടൈമിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു ചാലഞ്ച്. സോ കറക്റ്റ് ആ ബീറ്റ്സ്, ആ ഒരു ഓരോ മൃദംഗത്തിലാണെങ്കിലും നട്ടുവങ്കത്തിലാണെങ്കിലും ആ പാട്ടിൻ്റെ ഒരു രീതിയൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന റെക്കോർഡിങ് ടൈമിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ചിട്ടായിരിക്കും ചെയ്തേക്കുന്നത്. സോ ആ ടൈമിങ്ങിന് അനുസരിച്ച് ചെയ്തില്ല എങ്കിൽ ഇത് സിങ്ക് ആവാത്ത പോലെ, ഒരു കണക്ഷൻ ഇല്ലാത്ത പോലെ തോന്നും. സോ എപ്പോഴും നിങ്ങൾ റെക്കോർഡഡ് ഓഡിയോ യൂസ് ചെയ്തുകൊണ്ട് പെർഫോം ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. താളം എപ്പോഴും, അത് അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും അതിൽ കൊടുത്തിരിക്കുന്ന ആ ബീറ്റ്സ്, അത് ആ ഒരു ടൈമിങ് നോട്ട് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴാണ് അതിനൊരു പൂർണ്ണത വരുള്ളൂ. അപ്പോൾ ഇതുവരേക്കും നമ്മൾ ചെയ്ത ഈ ഒരു ചാരുകേശി വർണ്ണത്തിൻ്റെ എപ്പിസോഡ്സ് എല്ലാം തന്നെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു ഐറ്റവുമായിട്ട്, അതിൻ്റെ ഒരു ട്യൂട്ടോറിയലുമായിട്ട് വീണ്ടും കാണാം.